ഹൈന്ദവ സഹോദരന്റെ ഹൃദയം എറണാകുളം കൊച്ചി ലിസി ഹോസ്പിറ്റലിൽ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ടോമിച്ച് എന്ന് പറയുന്ന ക്രൈസ്തവ സഹോദരന്റെ ശരീരം ലക്ഷ്യമാക്കി യാത്രയായപ്പോ വ്യോമയാന വിമാനം തയ്യാറായി. ആ വിമാനത്തിൽ നേഴ്സിന്റെ 2 ആളുകളുടെ കയ്യിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന കൊച്ചു ബോക്സിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ കൊച്ചു ഹൃദയം, 6 അടി വലിപ്പമുള്ള ശരീരമല്ല, ശരീരത്തിന്റെ മധ്യഭാഗത്തായി വലതുഭാഗത്ത് ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഈ ഒരു അവയവം സഞ്ചരിച്ചപ്പോ ആകാശത്തിന്റെ വാതിലുകൾ വഴിമാറി, എറണാകുളം നഗരത്തിന്റെ വാഹനങ്ങൾ വഴിമാറി, എറണാകുളം നഗരത്തിലെ മനുഷ്യർ മുഴുവനും വഴിയിലേക്ക് മാറി നിന്നു. വരുന്ന മനുഷ്യനല്ല, അവന്റെ ഹൃദയമാണ്. ആ ഹൃദയം എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലെ തങ്കച്ചൻ എന്ന ക്രൈസ്തവ സഹോദരന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചപ്പോ ഹൃദയത്തിന്റെ സഞ്ചാരപഥത്തിന് വേണ്ടി മനുഷ്യർ വഴിമാറിക്കൊടുത്ത ഈ മനുഷ്യത്വത്തിന്റെ മഹിതമായ ഈ ഭാവത്തിനു വേണ്ടി ഒരു മനുഷ്യനായി മാറാൻ സങ്കടമറിയുന്ന, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമേറെ വൈകി എന്ന് ഞാൻ കരുതുന്നു, കണ്ണീരറിയുന്ന, അടുത്തിരിക്കുന്ന നിലവിളിക്കുന്നവന്റെ, കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അക്ഷരമാലകൾ മാറിപ്പോകുമ്പോ വൈകുന്നേരം പച്ചരിയും വാങ്ങിച്ചു കൊണ്ടുവരുന്ന പാവപ്പെട്ടവനെ പുറകിൽ നിന്ന് പിടിനിർത്തി അവന്റെ കാലുകൾ വെട്ടിയരിഞ്ഞ് കാത്തിരിക്കുന്ന അമ്മയ്ക്ക് പോലും, രാവിലെ മുത്തം കൊടുത്ത മക്കൾക്ക് പോലും അച്ഛന്റെ ഏത് കവളത്താണ് മുത്തം കൊടുത്തതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പിച്ചാത്തിപ്പിടികൾ കുത്തിക്കയറ്റി വെട്ടുകത്തികൾ വികൃതമാക്കി കണ്ണൂരിന്റെ മുമ്പിൽ വരുന്നു പോകുന്ന നൂറുകണക്കിന് ആളുകൾ. ആ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ അവസാനം കൊല ചെയ്യപ്പെട്ടവർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാവുകൾ ആകാശലോകത്തെങ്ങാനും വെച്ച് കണ്ടാൽ അവർക്ക് പരസ്പരം പറയാനുള്ളത്, നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പോലും നമ്മൾ പിടിച്ച കൊടിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ആത്മാവുകൾ ആകാശലോകത്ത് നിന്ന് പരിഭവം പറയുന്ന ഒരു ലോകത്ത് കണ്ണൂരെ, നിന്റെ കണ്ണീർ ഉണങ്ങുന്നില്ലല്ലോ കണ്ണൂരെ എന്ന് ഉറക്കെ പറയാൻ ഖുർആന്റെ ഒരൊറ്റ വാക്യത്തോടെ ഞാൻ അവസാനിക്കുകയാണ്. വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹ്, അള്ളാഹു ബഹുമാനിച്ച മനുഷ്യനെ, ഹിന്ദുവിനെയല്ല, ക്രിസ്ത്യാനിയല്ല, മുസ്ലിമിനെയല്ല, ബുദ്ധനെയല്ല, ബൗദ്ധനെയല്ല, അഹിംസ പഠിപ്പിച്ചു. സ്വാമി പറഞ്ഞു അഹിംസ പഠിപ്പിച്ചു കൊടുത്ത ബുദ്ധൻ. ആ ബുദ്ധന്റെ അനുയായികളാണ് റോഹിംഗ്യയിൽ, മ്യാൻമറിൽ ലോകസമ്മാന ജേതാവായ ആങ് സാൻ സൂചിയുടെ നാട്ടിലാണ് നൂറുകണക്കിന് ആളുകളെ കത്തിക്കരിച്ച് ചാമ്പലാക്കുന്നത്. ഇതിന്റെയൊക്കെ പിന്നിലെ താല്പര്യങ്ങൾ മതവുമായി ദർശനവുമായി ഇതിന് ബന്ധമില്ല. ICS അടക്കമുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് മതത്തിന്റെ നിഴലുകളോ മതത്തിന്റെ ആശീർവാദങ്ങളോ ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭാരതം നമുക്ക് ലോകത്ത് സ്വായത്തമാകണം. നമ്മുടെ ഭാരതം നാം ജനിച്ചു വീണ മണ്ണ്, നാം മരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ണ്, ഈ മണ്ണിൽ കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ ഈ ഭാരതത്തിനു വേണ്ടി നമുക്കൊരുമിച്ച് കൂടണം. അതുകൊണ്ട് ഈ ഭാരതം നിലനിന്നത് അതിന്റെ സാമ്പത്തിക ഭദ്രത കൊണ്ടല്ല, ഈ ഭാരതം നിലനിന്നത് അതിന്റെ സായുധ ശക്തി കൊണ്ടല്ല. ഭാരതം ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് നിലനിന്നത് ആ ഭാരതത്തിന്റെ ഏറ്റവും വലിയ സായുധ വിപ്ലവം കൊണ്ടല്ല. പിന്നെ ഭാരതം നിലനിൽക്കാൻ ഒരേ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് അല്ലാമ ഇക്ബാൽ പാടിയ യൂനാനു മിസ്റു റോമ. സാരേ ജഹാം സാച്ച എന്ന ചെങ്കോട്ടയുടെ മുമ്പിൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ കാൽപ്പാടങ്ങൾ സഞ്ചരിക്കുമ്പോ ആ കാൽപ്പാടത്തിന് താളാത്മകമായ സംഗീതം നൽകിയ സാരേ ജഹാം സാച്ച എന്ന് പാടിയ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, ഷായിറെ ഹിന്ദ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, അദ്ദേഹം പാടിയ സാരേ ജഹാം സാച്ച, അദ്ദേഹം അതിൽ പറയുന്നുണ്ട് യൂനാനു മിസ്റു റോമ, യൂനാനു മിസ്റു റോമ, यूनान मिस्र रोमा सब मिट गए जहां से अब तक मगर है बाकी नामो निशान हमारा. യൂനാൻ മിസ്ർ റോമ, മിസ്ർ, ഈജിപ്റ്റ്, റോമ, പേർഷ്യൻ സംസ്കാരങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായപ്പോഴും കാലചക്രത്തിന് അനുസ്യൂതമായ പ്രവാഹത്തിൽ അബ് തക് മഗർ ഹെ ബാക്കി, ഇപ്പോഴും ഇന്ത്യൻ സംസ്കാരം തകർന്നു പോകാതെ ബാക്കിയായത് നാമോ നിഷാൻ ഹമാര. കാലത്തിന്റെ കുത്തൊടുക്കുകളിൽ ഗംഗയുടെ, സിന്ധു നദിയുടെ, മോഹൻജദാരോയുടെ, ഏൽ ഭാഷാം 12 സംസ്കാരത്തിന്റെ വൈവിധ്യം എന്ന് പഠിപ്പിച്ചു തന്ന ഇന്ത്യയുടെ സംസ്കാരം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കാരണം നാം ഇവിടെ സ്വീകരിച്ച ഈ സാഹോദര്യമാണ്, ഈ വൈവിധ്യമാണ്. ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുവാനും ക്രിസ്മസിന്റെ രാത്രിയിൽ ഇതേപോലെ തന്നെ നിലനിൽക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരസ്പരം അംഗീകരിക്കുവാനുള്ള ക്രൈസ്തവ സഭകളുടെ വിവിധ സഭകൾ പരസ്പരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം, അനുഷ്ഠാനങ്ങൾ ബാക്കിയുണ്ടാവാം, ആശയങ്ങൾ ഉണ്ടാവാം, അത് മുസ്ലിം സമൂഹത്തിലുമുണ്ട്. പക്ഷെ ഒന്നിച്ച് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞ ഈ ഒരു സൗഹൃദത്തിന് കൂടൊരുക്കിയ, ഇതിനേക്കാൾ വലിയ ഒരു പുൽക്കൂടിനേക്കാൾ വലിയ നക്ഷത്ര നിലാവിന്റെ വെളിച്ചമുള്ള സൗഹൃദത്തിന്റെ പുൽക്കൂടൊരുക്കിയ ഈ പ്രിയപ്പെട്ട വൈദികരെയും ഇവിടുത്തെ ഇടവകകളെ അംഗങ്ങളെയും
ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വൈരുദ്ധ്യങ്ങൾ മറന്ന്, വൈവിധ്യങ്ങൾ മറന്ന് ഏകതയിൽ ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന, മനസ്സിന് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഈ സന്തോഷമുണ്ടാവണം. ഈ ഒരു ഒരുമ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ രാത്രിയിൽ നമുക്കൊന്നിച്ചു പറയാം. പണ്ഡിറ്റ് ജസ്രാജ് ഉത്തരേന്ത്യയിലെ ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹം സംഗീതം തുടങ്ങുമ്പോൾ പണ്ഡിറ്റ് ജസ്രാജ് പാടുന്നത് ഇങ്ങനെയാണ്: മേരെ അല്ലാ മെഹർബാൻ ഔലിയോ പീർ പയംബർ ധായേ. പണ്ഡിറ്റ് ജസ്രാജ് തുടങ്ങുന്നത് എന്റെ സ്നേഹവത്സലിയായ അള്ളാഹുവേ, എന്റെ സ്നേഹവത്സലിയായ അള്ളാഹുവേ, ഞാൻ ആഗ്രഹിക്കുന്ന മഹാമനീഷികളെ എന്ന് പാടിയിട്ടാണ് പണ്ഡിറ്റ് ജസ്രാജ് സംഗീതം പാടിയ നമ്മുടെ ഇന്ത്യ. കനാരന്റെ, കാളിദാസന്റെ, ഗുരുനാനാക്കിന്റെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ ഈ ക്രിസ്മസിന്റെ രാത്രിയിൽ നമുക്കൊന്നിച്ചു പറയാം. ആ പറയേണ്ടത് മറ്റൊന്നുമല്ല, ഏ ഹുദാ മേരാ ഭാരത് കോ സലാമത്ത് രഹേ. ഏ ദൈവമേ, മേരെ സലാമത്ത് കോ ഭാരത് രഹേ. കാളിദാസൻ പറഞ്ഞ മേരെ സലാമത്ത് കോ ഭാരത് രഹേ, സലാമത്ത് രഹേ. എന്റെ ഈ ഭാരതത്തിന് നീ സമാധാനം നൽകണേ ദൈവമേ. ഉസ്മേ സുഖ് ശാന്തി മുഹബ്ബത്ത് രഹേ. നമുക്കൊരുമിച്ച് പാടാം. ഉസ്മേ സുഖ് ശാന്തി മുഹബ്ബത്ത് രഹേ. എന്റെ ഈ ഭാരതത്തിൽ സുഖവും ശാന്തിയും സമാധാനവും നീ വർഷിക്കണമേ ദൈവമേ. സോനേക്ക് ചിടിയാ പർ സലാമത്ത് രഹേ. എന്റെ ഇന്ത്യ പടത്തിൽപ്പെട്ട സ്വർണ്ണപ്പക്ഷി, ആ പക്ഷി ലോകം മുഴുവനും പറക്കണം. ആ സ്വർണ്ണപ്പക്ഷിയുടെ ചിറകരിയരുത്. ഇന്ത്യ പറത്തിവിട്ട, നാം ആകാശത്തേക്ക് പറഞ്ഞയച്ച സ്വർണ്ണപ്പക്ഷി സോനേക്ക് ചിടിയ, ആ സ്വർണ്ണപ്പക്ഷിയുടെ ആരും അതിന്റെ ചിറകരിയരുത്. അതിനെ അറിയാൻ നാം ഒരിക്കലും സംസാരിക്കരുത്. അതുകൊണ്ട് നമുക്കൊന്നിച്ചു പറയാം, ഏകത്തെ പ്യാർക്കെ ഗീത് ഗായേംഗം. ഒന്നിച്ച്, ഒത്തൊരുമിച്ച്, തോളൊരുമിച്ച് നമുക്കൊന്നിച്ചു പാടാം. ഏക് ഹേ ഏകത്തെ ദിക്കായേ ഹം, ഏക് ഹേ ഏകത്തെ ദിക്കായേ ഹം. നമ്മൾ ഒന്നാണ് എന്ന് ലോകത്തിന് മുമ്പിൽ നാം കാണിച്ചു കൊടുക്കുമെന്ന് ഈ ക്രിസ്മസിന്റെ രാത്രിയിൽ ഒന്നിച്ചു പാടാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയെടുത്ത് അവസാനിപ്പിക്കുന്നു. മരത്തിൽ തൊട്ട് മരത്തിന് പോലും ജീവൻ നൽകാൻ കഴിഞ്ഞ നമ്മുടെ പുരാതന കേരളത്തിന്റെ മനസ്സിന് ശുദ്ധിയുണ്ട് എന്ന് പറയുന്ന ആ മാനസിക ശുദ്ധിയുടെ ലോകത്തേക്ക് തിരിച്ചു വരാൻ നമ്മുടെ ഈ സായം സന്ധ്യകൾ നമുക്ക് കാരണമാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നാം അനുഭവിച്ച ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നിച്ചിരിക്കാൻ ഒരു നിലാവൊരുക്കിയ ഇതിന്റെ പ്രവർത്തകരെ ഞാൻ ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സാമുലച്ചാനൊക്കെ എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷെ അന്ന് ഞാൻ ദുബൈയിൽ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ എപ്പോഴും എന്റെ 2 മക്കളും പഠിക്കുന്ന സെന്റ് ആൻസിലാണ്. ഞാൻ അവിടെ ഒരിക്കൽ സിസ്റ്റർ വിളിച്ചിട്ട് അവിടെ കുട്ടികൾക്കൊരു പ്രസംഗത്തിന് വേണ്ടി പോയിരുന്നു. അന്ന് മാതാപിതാ ഗുരു ദൈവം എന്ന ആർത്തവാക്യം ഞാൻ പ്രസംഗിച്ചപ്പോ ആ കുട്ടികൾ ഇരുന്ന് കരഞ്ഞു. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്, നമ്മുടെ ഈ പിഞ്ചു മനസ്സുകളിൽ ചെറുപുഷ്പ സെൻട്രൽ സ്കൂൾ ഇവിടെ നിന്ന് ഓരോ വൈകുന്നേരവും ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറന്ന് പുറത്തോട്ട് വരുന്നത് മനുഷ്യ സ്നേഹികളുടെ ഒരു സമൂഹമാകണം. ഞാൻ അവസാനിപ്പിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ തളങ്കര പഞ്ചായത്തുണ്ട്. അവിടെ ഒരിക്കൽ ഒരു കുട്ടി സ്കൂൾ വിടാറായി മിഠായിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കൊടുത്ത പൈസ ഒരു കുട്ടി കൊണ്ടുപോയി ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഹരിത എസ്പനോവ എന്ന കുട്ടിയുടെ പേര്. ആ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് ആ കുട്ടിക്കൊരു സാങ്കല്പിക കത്തെഴുതാൻ SSLCക്ക് ഒരു ചോദ്യം തന്നെ ഉണ്ടായിരുന്നു. ആരാ ഹരിത എസ്പനോവ? അവൾ സ്കൂൾ വിടുന്ന നേരം വേനലവധിക്കാലമായി കുറെ ചില്ലറ പൈസ കൊണ്ടുപോയി അധ്യാപിക ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ പൈസ എന്റെ അച്ഛൻ എനിക്ക് മിഠായി മേടിക്കാൻ തന്ന, വിഷുവിന് കണി വാങ്ങിക്കാൻ തന്ന, ക്രിസ്മസിന് സ്റ്റാർ വാങ്ങിക്കാൻ വേണ്ടി തന്ന. ഇതാണ് ആഘോഷം. സ്റ്റാറുകളുടെ വെളിച്ചത്തിനപ്പുറം ഒരു നക്ഷത്ര തിളക്കം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ആ പൈസ ഞാൻ സൂക്ഷിച്ചു വെച്ചു. എന്റെ തൊട്ടടുത്ത് എൻഡോസൾഫാൻ ദുരന്ത ബാധിതയായി മൂത്രാശയം വെളിയിലേക്ക് പോയി സുമയ്യ എന്ന എന്റെ ഒരു കളിക്കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിക്ക് ഇത് കൊടുക്കണം. ടീച്ചർ അത്ഭുതപ്പെട്ടു പോയി. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.